സൃഷ്ടിയാണ് തെരുവ് നായ്ക്കൾ. വൃത്തിയുടെ ആശാന്മാരെ നാം തന്നെ മാലിന്യങ്ങൾ വഴിയോരങ്ങളിൽ വെച്ചെറിഞ്ഞ് അവയെ തീറ്റിപ്പോറ്റുന്നു. 1000 മനുഷ്യജീവിതം നഷ്ടപ്പെട്ടാലും ഒരു തെരുവ് നായ പോലും കൊല്ലപ്പെടുന്ന ചിന്തയുമായി നേതാക്കൾ കാറിൽ പായുന്നു. പാവം ജനം കളിച്ചു കയറാൻ പാഞ്ഞെടുക്കുന്ന തെരുവ് നായ്ക്ക് മുമ്പിൽ ചോദ്യചിഹ്നമാകുന്നു. നമ്മുടെ നാരായണന്റെ കാര്യം കഷ്ടം. ഇളകി മരിക്കെന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് സുബോധം വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വല്ലാണ്ടാവും. എടോ, ഈ തെരുവ് നായ്ക്കൾക്ക് മനുഷ്യരെക്കാൾ വിലയുള്ള നാടാടോ ഇത്. വന്ന് എലിപ്പനി, പന്നിപ്പനി, തക്കാളിപ്പനി എന്നൊക്കെ പറയണ പോലെ എന്നാണാവോ ഈ മനുഷ്യർക്ക് പട്ടിപ്പനി വരാൻ പോണേ? അല്ല, അപ്പൊ ഇതിനൊരു തീരുമാനാവല്ലോ. എല്ലാ തെരുവുനായ്ക്കളും തല്ലിക്കൊന്ന് കുഴിച്ചു വിടലോ. അപ്പൊ എന്താ കഴിക്കാൻ വേണ്ടേ? നമസ്കാരം, ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തകൾ. തൃശൂർ ജില്ലയിലെ കാന്തിക്കുളം ഗ്രാമത്തിലെ ഒരു വീട്ടമ്മ 50ഓളം തെരുവ് നായ്ക്കളെ വിഷം വെച്ച് കൊന്നു. ഇനിയും കൊല്ലുമെന്നാണ് ആ വീട്ടമ്മ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത്. രാജീവ്, എന്താണ് ഈ സംഭവത്തിന്റെ അടിസ്ഥാനം? സംസ്കാരത്തിന് അറിയാൻ ആകാംക്ഷയുണ്ട്. മാധ്യമ ശ്രദ്ധയേറെ ആകർഷിക്കുന്ന ഒരു സംഭവമാണിത്. സോഷ്യൽ മീഡിയയിൽ